ഒരു സഹോദരിയാണ്, 39 വയസ്സായ ഒരു സഹോദരി. അവരുടെ രണ്ടാം വിവാഹം, അതൊരു വിവാഹം കഴിഞ്ഞു, ഭർത്താവ് ഒഴിവാക്കി, പിന്നെ മറ്റൊരു വിവാഹം. അവരുടെ ഭർത്താവുമായി നല്ല ഒരു സുഖമായിട്ട് ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. വീട്ടിലാണ് പ്രശ്നം, അവരെ വീട്ടിലാണ് പ്രശ്നം. അവരെ ഉമ്മ അവരെ പരിഗണിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വന്നു നോക്കുക, ഒരു നിലക്കും അവരെ ഒന്ന് സഹായിക്കുക, സംസാരിക്കുക, സുഖമാണോ ചോദിക്കുക. ഇപ്പോൾ ഒരു കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ പോലും അപ്പം അങ്ങനെ ഉണ്ടല്ലോ, എൻ്റെ മോളെ കുട്ടിയെ ഹോസ്പിറ്റലാണെന്ന് വന്ന് അങ്ങനെ ഒന്ന് വന്ന് നോക്കി അന്വേഷിക്കുകയൊന്നും ചെയ്യില്ല. എന്നാൽ ഈ സഹോദരിയുടെ താഴെ ഒരു മോളുണ്ട്, ഇളയ മകളാണ്. അവളെല്ലാ കാര്യവും ഈ ഉമ്മ ശ്രദ്ധിക്കും, നോക്കും, കുട്ടികളെ നോക്കും, അവിടെ നിന്ന് പോകും. ഇവരഥവാ വരികയാണെങ്കിൽ പോലും ഇഷ്ടമല്ല, ഇതിനെ കുറ്റപ്പെടുത്തും. എന്നാൽ ഇവരാണ് ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുക്കുക. ഇളയ മകളൊന്നും കൊടുക്കില്ല, ഒരു സഹായമല്ല. എന്നാൽ പോലും ഇവർക്ക് ഇഷ്ടം ആരെയാണ്? ഇളയ മകളെയാണ്. ഈ മൂത്ത മകളെ ഒരു നിലക്കും അവർക്കൊരു താല്പര്യം. അപ്പോൾ ഇവർ ആ ഒരു ഭർത്താവായിട്ട് നല്ല കുടുംബജീവിതം നയിക്കുന്നു, പക്ഷേ സ്വന്തം ഉമ്മയുടെ അടുത്ത് നിന്ന് കുടുംബത്തിൽ നടത്തുന്നത് ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ വേറെ എന്തോ ഒരു അവസ്ഥയിലായി പോകുന്നു. അപ്പോൾ അതുകൊണ്ടൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എന്താ പറയുക, ഉമ്മയുടെ ഈ പെരുമാറ്റങ്ങൾക്ക് കാരണം ഉമ്മയോടുള്ള നമ്മുടെ എന്തെങ്കിലും സമീപനത്തിൽ വന്ന തകരാറുകളാണെങ്കിൽ നമ്മൾ അത് മാറ്റിയെടുക്കണം. അതല്ലാതിരിക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതായത് മക്കളോടൊരു അനീതിപരമായി പെരുമാറുക, അന്യായമായി അവരെ അവഗണിക്കുക, അവരെ പരിഗണിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ തെറ്റ് എന്നല്ലാതെ അവർ ചെയ്യുന്ന തെറ്റിന് ഇവർ എന്ത് ചെയ്യില്ല, മാനസിക പ്രയാസം അനുഭവിക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ അവരതെന്താ വെച്ചാൽ ഉമ്മനോട് അങ്ങോട്ട് ചെയ്യേണ്ട കടമകളൊക്കെ നന്നായി ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ഇവരൊരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പേരിലൊന്നും വെറുതെ മാനസിക വിഷമത്തിലായി പോകേണ്ട ഒരു കാര്യവും ഈ വിഷയത്തിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് വെച്ചാൽ ഉമ്മയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുമ്പോൾ ഇവർക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. അതിനെന്തെങ്കിലും ഉമ്മയെ വിളിച്ചിട്ടും പറഞ്ഞിട്ടും നല്ല നിലക്ക് പരിഗണിച്ചിട്ടും ഒക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തൽക്കാലം അതിൽ ടെൻഷൻ ആവാതെ മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ. എന്നാലും ഉമ്മാൻ്റെ ഒരു അവഗണന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്, വേദന ഉണ്ടാവും. പലരും ഇങ്ങനെ പറയാറുണ്ട്, പല ഉമ്മമാരും മക്കൾക്കിടയിലൊരു വേർതിരിവ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ചില ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മയാവാനും അപൂർവം തന്നെ ഉണ്ടാവുള്ളൂ. അതെ അതെ.